നമസ്കാരം. വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. അടുത്തിടെ പശ്ചിമേഷ്യൻ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ സന്ദർശനം നടത്തിയ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിന് ലഭിച്ചത് ഉജ്ജ്വലമായ സ്വീകരണമായിരുന്നു. അത് പരമാവധി പ്രയോജനപ്പെടുത്തിയ ട്രംപ് പുതിയ നീക്കങ്ങൾ നടത്തുകയും അവരുമായി പുതിയ ചില കരാറുകളും ധാരണകളും ഉറപ്പിക്കുകയും ചെയ്തു. എന്നാൽ പശ്ചിമേഷ്യൻ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ അണ്വായുധം കൈയാളുന്ന രാഷ്ട്രവും ഒപ്പം മിഡിൽ ഈസ്റ്റ് ഭീകരവാദത്തിന്റെ ഈറ്റില്ലമെന്നൊക്കെ അറിയപ്പെടുന്ന ഇറാനെ അണ്വായുധ നീക്കങ്ങളിൽ നിന്ന് വിലക്കുവാനും അവരുടെ യുറേനിയം സമ്പുഷ്ടീകരണം മരവിപ്പിക്കുവാനുമുള്ള അമേരിക്കയുടെ വിശേഷിച്ച് ട്രംപിന്റെ നീക്കങ്ങൾ ശക്തമായി തന്നെ തുടരുകയായിരുന്നു. ആ നീക്കങ്ങൾക്ക് ആക്കം കൂട്ടിക്കൊണ്ട് ഒന്നും രണ്ടുമല്ല 5 ചർച്ചകളാണ് അമേരിക്ക ഇറാനുമായി നടത്തിയത്. അതിൽ 5ാമത്തെ ചർച്ചയും അവസാനിപ്പിച്ചപ്പോൾ ശുഭകരമായ ചില വാർത്തകൾ പുറത്തു വരുന്നുണ്ടെന്ന് ആദ്യം കേട്ടെങ്കിലും വാർത്തകളുടെ സ്ഥിരീകരണം പുറത്തു വരുമ്പോൾ അത് പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. US-ഉമായി ആണവ കരാർ ഉറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു തീരുമാനങ്ങളും ടെഹ്റാൻ കൈക്കൊണ്ടിട്ടില്ലെന്നും യുറേനിയം സമ്പുഷ്ടീകരണം കുറച്ചു കാലത്തേക്ക് പോലും മരവിപ്പിക്കുന്ന കാര്യം ഇറാൻ ആലോചിച്ചിട്ട് പോലുമില്ലെന്നും അത്തരമൊരു നീക്കം 3 കൊല്ലത്തേക്ക് തുടരണമെന്നുമൊക്കെ അമേരിക്ക എന്നല്ല ആര് പറഞ്ഞാലും തങ്ങൾ അംഗീകരിക്കുകയില്ലെന്നൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് തന്നെ രംഗത്ത് വന്നതോടെ ആ വിഷയത്തിൽ ഇറാൻ കൈക്കൊള്ളുന്ന നിലപാട് എന്തെന്ന് ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ്. ഈ ഒരു പ്രസ്താവനയോടെ ഇറാനെതിരെ അമേരിക്ക നിലപാടുകൾ കടുപ്പിക്കുന്നു എന്നുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രാദേശിക തലത്തിൽ ഒരു അണ്വായുധ മത്സരത്തിനോ അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ശക്തമായ ഒരു അണ്വായുധ നീക്കത്തിനോ ഉതകുന്ന തരത്തിൽ അണ്വായുധം നിർമ്മിക്കുവാനും ഇസ്രായേലിനെതിരെ ശക്തമായ ആക്രമണങ്ങൾ നടത്തുവാനും ടെഹ്റാൻ സർവ സജ്ജമാണെന്നും എന്നാൽ തങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന നീക്കങ്ങളാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നതുമാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ ഈ നീക്കങ്ങൾ പരസ്യമാക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ അവർക്കെതിരെ ആക്രമണം അഴിച്ചുവിടുമെന്ന സൂചനകളും പുറത്തു വന്നിരുന്നു. 1979 നടന്ന ഇസ്ലാമിക വിപ്ലവം മുതൽ ഇറാനിലെ ഭരണകൂടം അവലംബിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് അവർക്ക് ശക്തമായ സ്വാധീനമുള്ള ടെററിസ്റ്റ് മിലീഷ്യകളെ ലോകമെമ്പാടും സജ്ജരാക്കുക എന്നുള്ളത്. അത്തരത്തിലുള്ള നീക്കങ്ങളുടെ ഭാഗമായി ലോകമെമ്പാടുമുള്ള ഭീകര ഗ്രൂപ്പുകൾക്ക് സാമ്പത്തികവും പരിശീലനങ്ങളും ഉപകരണങ്ങളുമെല്ലാം നൽകിക്കൊണ്ട് അതിശക്തമായ പിന്തുണയാണ് ഇറാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 1984 US സർക്കാർ ഇറാനെ ഭീകരതയുടെ സ്പോൺസർമാരെന്ന് വിശേഷിപ്പിച്ചത്. ഇറാൻ മുൻപോട്ട് വയ്ക്കുന്ന ഇസ്ലാമിക മൗലികവാദ ഭരണ നയങ്ങളെയും ശരിയത്ത് നിലപാടുകളെയും സംരക്ഷിക്കുന്നതിനായി 1979 രൂപീകരിച്ച ഒരു ഭാഗിക സൈനിക സംഘടനയായിരുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ആണ് ഇറാനിയൻ ഭീകര സംഘടനകളുടെ മാതൃസംഘടന. അതിൻ്റെ പോഷക സംഘടനയായ എലൈറ്റ് ഹുഡ്സ് ഫോഴ്സിന്റെ കീഴിലായിരുന്നു അവർ മിഡിൽ ഈസ്റ്റിൽ ഉടനീളമുള്ള ഇത്തരം ഭീകര മിലീഷ്യകൾക്കും തീവ്രവാദ ഇസ്ലാമിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ആയുധങ്ങൾ, പരിശീലനവും സാമ്പത്തിക സഹായങ്ങളും നൽകി വന്നത്. പലസ്തീനിലെ ഹമാസും ലെബനനിലെ ഹിസ്ബുള്ളകളും യമനിലെ ഹൂത്തി ഗ്രൂപ്പുകളും ഇറാഖിലെയും സിറിയയിലെയും മിലീഷ്യകളും കൂടാതെ പാലസ്തീനിലെ തന്നെ ഇസ്ലാമിക് ജിഹാദ് ഗ്രൂപ്പ്, ഇറാഖിലെ കതൈബ് ഹിസ്ബുള്ള, അസൈബ് അൽ ഹക്ക്, ഹരക്കത്ത് ഹിസ്ബുള്ള അൽ നുജാബ, ഹതൈബ് സയ്യിദ് അൽ ഷുഹാദ, യമനിലെ അൻസാർ അല്ലാഹ്, പാകിസ്ഥാനിലെ സൈനാബിയോൺ ബ്രിഗേഡ്, അഫ്ഗാനിലെ ഫാത്തിമയോൺ ഡിവിഷൻ, ബഹ്റൈനിലെ സരായ അൽ അഷ്ദർ, സരായ അൽ മുഷ്താഖ്, സൗദിയിലെ ഹിസ്ബുള്ള അൽ ഹിജാസ് തുടങ്ങിയ ഭീകര സംഘടനകളെല്ലാം ഇറാനിയൻ ഭരണകൂടത്തിന്റെ ഉത്തരവുകൾ സ്വീകരിച്ച് ലോകമെമ്പാടുമുള്ള സാധാരണക്കാരുടെ ജീവന ഭീഷണി ഉയർത്തുന്ന ഭീകര ഗ്രൂപ്പുകളാണ്. ഇത്തരത്തിൽ ബഹുഭീകരമായ ഭീകര ശൃംഖലകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഇറാന് സർവ്വസ്വതന്ത്രമായി ഉപയോഗിക്കാൻ ആണവായുധങ്ങൾ സമാഹരിച്ചാൽ അത് ലോകത്തിന് തന്നെ ഭീഷണിയാകുമെന്ന അമേരിക്കയുടെ ആശങ്ക തികച്ചും ന്യായം തന്നെയാണ്.
ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് നിയന്ത്രിക്കുന്നതിന് അമേരിക്ക മുമ്പോട്ട് വെച്ച സംയുക്തവും സമഗ്രവുമായ ഒരു അന്താരാഷ്ട്ര കരാർ ഇറാൻ ആണവ കരാർ എന്നറിയപ്പെടുന്നു. അതിനു പകരമായി ഇറാനിയൻ സമ്പദ് വ്യവസ്ഥയ്ക്കെതിരായി ചില നാളുകളായി നിലനിർത്തിയിരുന്ന ഉപരോധങ്ങൾ ലഘൂകരിക്കാൻ അമേരിക്കയും മറ്റ് രാജ്യങ്ങളും സമ്മതിച്ചിരുന്നു. എന്നാൽ 3 വർഷത്തിനു ശേഷം 2018 ഇറാന്റെ മിസൈൽ പദ്ധതി കുറയ്ക്കുന്നതിലോ അയൽക്കാരിൽ അതിന്റെ സ്വാധീനം കുറയ്ക്കുന്നതിലോ കരാർ പ്രസക്തമായില്ല എന്ന കാരണത്താൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കരാറിൽ നിന്നും പിൻവാങ്ങുകയായി. എന്നാൽ ഡെമോക്രാറ്റിക് ഭരണത്തിന്റെ തുടക്കത്തിൽ പ്രസിഡന്റ് ജോ ബൈഡനും ഇറാനിയൻ നേതാക്കളും യഥാർത്ഥ കരാർ പുനരാരംഭിക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിച്ചെങ്കിലും ഉക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യയ്ക്ക് ഇറാന്റെ പിന്തുണ ഉൾപ്പെടെയുള്ള സംഭവ വികാസങ്ങൾ ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷകൾ അവസാനിപ്പിച്ചു. ഈ കരാർ 2025 ഒക്ടോബറിൽ അവസാനിക്കാനിരിക്കെയാണ് ട്രംപ് അതിനുവേണ്ടി ശക്തമായി രംഗത്തിറങ്ങിയത്. എന്നാൽ അതിനിടയ്ക്ക് ഇറാനെതിരെയുള്ള ആക്രമണ ഭീഷണിയുമായി ഇസ്രായേൽ രംഗത്ത് വന്നതോടെ കാര്യങ്ങൾ കൂടുതൽ ഉദ്യോഗജനകമായി മാറുകയായി. ഹമാസിനൊപ്പം കയ്യാളുകളായി നിന്ന് തങ്ങളെ ആക്രമിച്ച മിഡിൽ ഈസ്റ്റിലെ ഇതര ഇസ്ലാമിക ഭീകര സംഘടനകളായ ഹിസ്ബുള്ളകളെയും ഹൂത്തികളെയും ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഇസ്രായേലിനെതിരെ 100-ലധികം ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചുകൊണ്ടായിരുന്നു ഇറാൻ തങ്ങൾ പടച്ചിറക്കി വിട്ട ഭീകര മിലീഷ്യകൾക്ക് വേണ്ടി രംഗത്ത് വന്നത്. അന്ന് ഇറാന്റെ ആസ്ഥാനമായ ടെഹ്റാന്റെ അതീവ നിർണായകമായ സ്ഥലങ്ങളിലെല്ലാം കയറി ചെന്ന് ആക്രമണങ്ങൾ നടത്തി കത്തിച്ച് ചാമ്പലാക്കിക്കൊണ്ടായിരുന്നു ഇസ്രായേൽ അതിനുള്ള തിരിച്ചടികൾ നൽകിയത്. ഏതായാലും തങ്ങളുടെ രാഷ്ട്രത്തെയും പൗരന്മാരെയും സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഒരു കോംപ്രമൈസിനും വഴിപ്പെടാത്ത ഇസ്രായേൽ ഗാസ മുനമ്പിൽ ജാഗ്രതയോടെ നിലകൊള്ളുകയും ഹമാസ് എന്ന നെയിം സ്ലിപ്പും നെറ്റിയിലൊട്ടിച്ച് ഇറങ്ങുന്നവരെയെല്ലാം കരുണ കൂടാതെ തീർത്ത് തള്ളുകയും ചെയ്യുന്നത് കണ്ട് ഇറാൻ വീണ്ടും ഇസ്രായേലിനെതിരെ മുന്നറിയിപ്പ് നൽകിയതോടെയാണ് ഇറാനെതിരെ ഒരിക്കൽ നിർത്തിവെച്ച നീക്കങ്ങളുമായി ഇസ്രായേൽ രംഗത്ത് വരുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇക്കണ്ട കാലങ്ങൾ മുഴുവൻ ഇസ്രായേൽ നടത്തിയിട്ടുള്ള സൈനിക നീക്കങ്ങളെല്ലാം അമേരിക്കയുടെ ശക്തമായ പിന്തുണയുണ്ടായിരുന്നു എന്നുള്ളത് ഏവർക്കും അറിവുള്ള കാര്യമാണ്. ഇസ്രായേലിനെതിരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയപ്പോൾ പ്രസിഡന്റ് അല്ലാതിരുന്നിട്ട് കൂടി ട്രംപ് പറഞ്ഞത് തിരിച്ച് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തന്നെ കത്തിക്കണമെന്നായിരുന്നു. എന്നാൽ US ഇറാൻ ആണവ കരാർ പ്രാബല്യത്തിൽ വരുത്തേണ്ടത് എല്ലാ അർത്ഥത്തിലും അമേരിക്കയ്ക്ക് അനിവാര്യമായിരുന്നതിനാൽ തിടുക്കം കൊണ്ട് നടത്തിയ ചർച്ചയുടെ 5ാം ഘട്ടവും ലക്ഷ്യം കാണാതെ അവസാനിക്കുകയായിരുന്നു. റോമിൽ വെച്ച് നടന്ന 5ാം ഘട്ട ചർച്ചയ്ക്ക് മധ്യസ്ഥത വഹിച്ചത് ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ഹുസൈദി ആയിരുന്നു. ചർച്ചകൾ അന്തിമ ഫലങ്ങളിൽ എത്തിയില്ല എന്നത് വ്യക്തമാണെങ്കിലും അതിന് തടസ്സമായി നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകുമെന്നും അതിലൂടെ സുസ്ഥിരമായ ഒരു കരാറിലെത്താൻ കഴിയുമെന്നും നിരവധി നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ചയിൽ പുരോഗതിക്ക് സാധ്യതയുണ്ടെന്നും എന്നിരുന്നാലും ഇറാനും US പ്രതിനിധികളും തമ്മിൽ ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് ഏറ്റവും പ്രൊഫഷണൽ ചർച്ചകളിൽ ഒന്നാണെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചിയും പറഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്ന നിർദ്ദേശങ്ങളും പരിഹാര മാർഗങ്ങളും അവലോകനം ചെയ്തിട്ട് അടുത്ത ചർച്ചയ്ക്കുള്ള തീയതി നിശ്ചയിക്കുമെന്നുമായിരുന്നു ആദ്യം പുറത്തു വന്ന വിവരങ്ങൾ. എന്നാൽ മുമ്പും അതുപോലെ തന്നെ പരാജയപ്പെട്ട 4ാം ഘട്ട ചർച്ചയ്ക്കും ശേഷവും അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുള്ള ആണവ ഉപരോധങ്ങൾ പൂർണ്ണമായി എടുത്തു കളയണമെന്ന ആവശ്യം ഇറാൻ മുമ്പോട്ട് വച്ചിരിക്കുകയാണ്. ഇറാൻ ഇപ്പോഴും ആണവ പദ്ധതികളുമായി ശക്തമായി മുന്നോട്ട് പോകുന്നുവെന്നും അണ്വായുധങ്ങൾക്കും ആണവ വിതരണ സംവിധാനങ്ങൾക്കുമായി ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ തുടരുകയാണെന്നും ആരോപിച്ചായിരുന്നു 4ാം ഘട്ട ചർച്ചകൾ അവസാനിച്ച് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ അമേരിക്ക പുതിയ ഉപരോധവുമായി രംഗത്തിറങ്ങിയത്. അണ്വായുധ നിർമ്മിതിക്കുള്ള ഇറാന്റെ യുറേനിയം സാധ്യതകളെ പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നുള്ളതാണ് അമേരിക്ക മുമ്പോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇറാൻ ആണവായുധ ശേഷി കൈവരിക്കുന്നത് പശ്ചിമേഷ്യയ്ക്കും ഇസ്രായേലിനും മാത്രമല്ല ലോകത്തിലെ ഒരു രാജ്യങ്ങൾക്കും ഭൂഷണമല്ലാത്ത കാര്യമാണെന്ന് അമേരിക്ക ഉറച്ച് വിശ്വസിക്കുകയാണ്. വാഷിംഗ്ടൺ നിലപാട് കടുപ്പിക്കുകയും കരാറിന്റെ സാധ്യതകളെക്കുറിച്ച് ടെഹ്റാനിൽ സംശയങ്ങൾ വർദ്ധിച്ചു വരികയും ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് 5ാം റൗണ്ട് ആണവ ചർച്ചകൾ അവസാനിപ്പിച്ചത്. ഇറാന്റെ കാര്യത്തിൽ ഒന്നിലും അമേരിക്ക ഇടപെടേണ്ട ആവശ്യമില്ലെന്നും ഇറാന് അമേരിക്കയുടെ ഔദാര്യമോ അനുവാദമോ ആവശ്യമില്ല എന്നൊക്കെയുള്ള ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനി പറഞ്ഞുവെന്നും യുറേനിയം സമ്പുഷ്ടീകരണം തടയാനുള്ള നീക്കം ഒരിക്കലും നടപ്പിലാക്കില്ല എന്നൊക്കെയുള്ള ചില
തീവ്ര ഇസ്ലാമിക പക്ഷമാധ്യമങ്ങൾ ഇപ്പോൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കാര്യത്തിൽ കൃത്യമായ കരുനീക്കങ്ങൾക്ക് കളമൊരുക്കിക്കൊണ്ട് തന്നെയായിരിക്കണം ഇറാന്റെ ചുറ്റുവട്ടത്തുള്ള ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം സന്ദർശിച്ച് ട്രംപ് പിന്തുണ ഉറപ്പാക്കിയത്. ഇറാൻ ചെല്ലും ചെലവും കൊടുത്ത് കളത്തിലിറക്കിയിരിക്കുന്ന പാലസ്തീൻ ഹമാസുകളും ലെബനീസ് ഹിസ്ബുള്ളകളും യമനീസ് ഹൂത്തികളും അടക്കുന്ന തീവ്രവാദ കൂട്ടങ്ങളല്ലാതെ ഇറാനുമായി ചേർന്ന് നിന്ന ഏക രാജ്യം അസദിന്റെ സിറിയയായിരുന്നു. എന്നാൽ ഇസ്രായേൽ ഇറാന്റെ ടെററിസ്റ്റ് മിലീഷ്യകളെ ഒന്നിനു പുറകെ ഒന്നായി തീർക്കുകയും ആരുടെയോ കൃത്യമായ സ്കെച്ചും പ്ലാനും മുൻനിർത്തി ജുലാനിയുടെ നേതൃത്വത്തിലുള്ള വിമത സഖ്യം അസദിനെ തല്ലി ഓടിച്ച് സിറിയ പിടിച്ചെടുക്കുകയും ചെയ്തതോടെ വിജയിച്ചിരിക്കുന്നത് മനഃപൂർവ്വം തയ്യാറാക്കിയ ആസൂത്രണ പദ്ധതികൾ തന്നെയാണെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇറാനിലെ നിരപരാധികളെ കൂട്ടക്കുരുതി കഴിക്കുകയും മക്സ അമീനെ പോലെയുള്ള നിരപരാധികളായ പെൺകുട്ടികളെ ക്രൂരമായി കൊലപ്പെടുത്തി ശരീഅത്ത് പോലീസ് യൂണിഫോം ഇട്ട് വിലസുകയും ചെയ്യുന്ന ഇറാനിലെ മൊല്ലാക്ക ഭരണകൂടത്തിൽ നിന്നും ഒരു സമ്പൂർണ്ണ വിടുതൽ ആഗ്രഹിക്കുന്നവരാണ് ഇറാനിലെ ഭൂരിപക്ഷം ജനങ്ങളും. ഇറാനിൽ നിന്നും പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയി മറ്റ് രാജ്യങ്ങളിൽ അഭയാർത്ഥികളായി പാർത്തുകൊണ്ട് ഖമേനി ഭരണം ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കുമെന്ന് കാത്തിരിക്കുകയാണ്. അതിനിടയ്ക്ക് മുൻ ഇറാൻ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടപ്പോൾ അവർക്ക് തോന്നിയ സന്തോഷമാണ് അന്ന് പടക്കം പൊട്ടിച്ചും മറ്റും അവർ പ്രകടിപ്പിച്ചത്. ഒരിക്കൽ ഇറാനെ സാംസ്കാരിക പുരോഗതികളിലേക്ക് ആനയിച്ച് പഹൽവികളുടെ ഭരണത്തെ അട്ടിമറിച്ച് ഖമേനിയുടെ വാഴ്ചയ്ക്ക് അന്ത്യമുണ്ടാകണമെന്ന് അവരും ഉത്കൃതമായി തന്നെ ആഗ്രഹിക്കുകയാണ്. ഷിയ ഐഡിയോളജിയുള്ള ഏക മുസ്ലിം രാഷ്ട്രമെന്ന നിലയിലും പശ്ചിമേഷ്യയിലെ ഇതര മുസ്ലിം രാഷ്ട്രങ്ങൾക്കില്ലാത്ത വിധത്തിലുള്ള ആണവ ശക്തികൾ ഇറാൻ കൈയാളുന്നതിനുമുള്ള കൃത്യമായ ഒരു നീരസം പശ്ചിമേഷ്യയിലെ എല്ലാ മുസ്ലിം രാഷ്ട്രങ്ങൾക്കും ഇറാനോടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒറ്റ സന്ദർശനത്തിലൂടെ ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളെല്ലാം ട്രംപിന്റെ ആജ്ഞാശക്തികൾക്ക് പൂർണ്ണമായി വശംവദരായിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയാണെങ്കിൽ അമേരിക്ക മുമ്പോട്ട് വയ്ക്കുന്ന ആണവ കരാർ ഇന്നല്ലെങ്കിൽ നാളെ ഇറാന് അംഗീകരിക്കേണ്ടതായി വരും. അല്ലെങ്കിൽ ആയുധമേന്തി കാത്തു നിൽക്കുന്ന സയനിസ്റ്റ് അറ്റാക്കിംഗ് മാസ്മരികതയ്ക്ക് ട്രംപ് നൽകിയ അനുമതി അവർ പ്രാവർത്തികമാക്കുക തന്നെ ചെയ്തേക്കാം. ഇറാനെ ആണവായുധപരമായി നിരായുധീകരിക്കുന്ന കരാർ പ്രാബല്യത്തിൽ വരുത്തുന്നത് ട്രംപിന് പലതരത്തിലുള്ള നേട്ടങ്ങൾ നൽകിയേക്കാം. അങ്ങനെയാണെങ്കിലും അല്ലെങ്കിലും ട്രംപ് ഭരണകൂടം ടെഹ്റാനുമായി നയതന്ത്ര കരാർ എന്ന ആശയം പിന്തുടർന്ന് ചർച്ചകൾ ശക്തമാക്കുമ്പോഴും ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രായേൽ തയ്യാറെടുക്കുന്നതായി സൂചിപ്പിക്കുന്ന പുതിയ രഹസ്യാന്വേഷണ വിവരങ്ങൾ US-ന് ലഭിച്ചതായി നിരവധി അമേരിക്കൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ മാർച്ച് അവസാനം തന്നെ അതിനുള്ള നീക്കങ്ങൾക്കായി ഇസ്രായേൽ തയ്യാറെടുക്കുന്നതായി US-ന് രഹസ്യാന്വേഷണ വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഏതായാലും കഴിഞ്ഞ പതിറ്റാണ്ടുകളിലെ ഏറ്റവും ദുർബലമായ ഘട്ടത്തിൽ ഇറാൻ എത്തിയിരിക്കുന്നതിനാൽ അമേരിക്കയുമായുള്ള ഒരു കരാറിൽ എത്തിച്ചേരേണ്ടത് അനിവാര്യമാണെന്നും തകർന്ന സമ്പദ് വ്യവസ്ഥയും അസ്വസ്ഥരായ ജനസമൂഹവുമുള്ള ഇറാൻ അമേരിക്കയുടെ നയങ്ങൾക്ക് അനുസൃതമായി നിൽക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇറാനുമായി ആയുധ നിയന്ത്രണ കരാറിൽ എത്താൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഉത്സുകരാകുകയും തകർച്ചയിൽ നിന്ന് മാറി ഇറാൻ സാമ്പത്തികമായി വളരാൻ ആഗ്രഹിക്കുന്നതിനാൽ കരാർ യാഥാർത്ഥ്യമായേക്കുമെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇറാനെ അടിക്കാൻ ഇസ്രായേൽ വടിവെട്ടി കാത്തു നിൽക്കുന്നതിനിടയിൽ അമേരിക്കയുടെ ആണവ ഫോർമുല തള്ളിക്കളഞ്ഞ ഇറാന്റെ നിലപാട് എങ്ങനെയാകുമെന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ്. വാർത്തയിലെ സത്യം ഇനി അടുത്ത ആഴ്ച. എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.